ആന 10ഓളം ആൾക്കാർ ആന ആർല ഫാമിന് ഉള്ളിൽ തന്നെ വെച്ച് കൊല്ലുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. റോപ്പിൻ്റെ മുകളിൽ എത്തിയാൽ പിന്നെ പേടിക്കാനില്ല. ആന ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. നമ്മൾ ചെത്തുമ്പോൾ എല്ലാം കരയെന്ന് വെച്ചൊക്കെ ഉണ്ട്. ഞാൻ ചെത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴെ പൊട്ടിച്ചിട്ട് തെങ്ങ് തിന്നാൻ വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ തൊട്ടപ്പുറത്താണ് നമ്മളൊരു ചെത്തുകാരനെ ആന ചവിട്ടിക്കൊന്നത്. റോപ്പ് കെട്ടൽ കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷേ ഈ ആന ശല്യം ഉള്ളത് കൊണ്ട് സുരക്ഷിതം എന്ന രീതിയിൽ എങ്ങനെയായാലും റോപ്പ് ഏത് റിസ്ക് എടുത്ത് റോപ്പ് കെട്ടുന്ന സ്ഥിതിയായുള്ളത്. ഇങ്ങനെ ഒരു ടി വിയിൽ കണ്ടിട്ട് തന്നെയാണ് കെട്ടിയത്. പിന്നെ റോപ്പ് വഴി അല്ലാണ്ട് ചെത്തിയിട്ടേ ഇല്ല. പിന്നെ ആന തെങ്ങ് ചെത്തുന്നത് എങ്ങനെ ഒട്ടനവധി ഇടുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ തെങ്ങ് ഇതുവരെ പറിച്ചിടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഒരു പിടുത്തമില്ലോണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 6 മണി സമയത്ത് ഇവിടെ ആന തലേ ദിവസം പൊട്ടിച്ചിട്ട തെങ്ങ് തിന്നാൻ വന്നത്. അപ്പോൾ റോപ്പിൻ്റെ മുകളിലായതുകൊണ്ട് പേടിച്ചില്ല. ഇതിലേ കൂടി തന്നെ അക്കരെ പോയി അവിടെ നിന്ന് ഇറങ്ങി ബൈക്കിൽ കയറി പോവുകയാണ് ചെയ്തത്. എത്ര നാളെ ഇങ്ങനെ നിൽക്കുക നമുക്ക് അറിയില്ല. നമ്മൾ ഓരോ ദിവസവും ഇതിനുള്ള ശാശ്വത പരിഹാരത്തിനുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആറളത്ത് നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. CK വിജയനാണ് ഈ അനുഭവത്തെക്കുറിച്ച് നമ്മളോട് പറയാം. വിജയേട്ടാ, ഈ സിനേഷിൻ്റെ ആ നാടൻ ഭാഷയിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. പറയുന്ന കേൾക്കാൻ രസമാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒട്ടും സുഖമുള്ളതല്ല. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ചാണ്. അപ്പോൾ വിശപ്പടക്കണമെങ്കിൽ പിന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടന്നല്ലേ പറ്റൂ. അതിനാണ് ഈ കയർപ്പാലമൊക്കെ ഉണ്ടാക്കിയത്. ഇതുകൊണ്ടൊക്കെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? മുകളിൽ ചെത്തുമ്പോൾ താഴെ ആന വരുന്നു എന്നല്ലേ പറയുന്നത്? സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് ദീക്ഷ. പക്ഷേ സിനീഷിൻ്റെ ജീവിതം നൽകുന്ന ഒരു സന്ദേശം നോക്കൂ. ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഈ പൊതുസമൂഹത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. ഇത്രയും പ്രതിസന്ധി ഉണ്ടായാലും അതിനെ മറികടക്കാൻ കഴിയും, മനുഷ്യൻ വിചാരിച്ചാൽ കഴിയും എന്നൊരു വലിയ സന്ദേശം സിനീഷ് നൽകുന്നു. കാരണം സിനീഷ് തന്നെ പറയുന്നുണ്ട് 6 തവണയോ മറ്റോ ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ജീവൻ രക്ഷപ്പെട്ടത് നേരിയ വ്യത്യാസത്തിലാണെന്ന്. കൂടെ ചെത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആന ചവിട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സിനീഷ് ഈ പണി നിർത്താൻ പോയില്ല. അത് തുടരുന്നു. അതിനെ മറികടക്കാനുള്ള വഴികൾ ആലോചിക്കുന്നു, ആ വഴികൾ കണ്ടെത്തുന്നു. അത് ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. ഈ രീതിയിൽ മനുഷ്യൻ്റെ അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതിനു മുൻപും വന്യമൃഗങ്ങളോടും പ്രതികൂലമായ കാലാവസ്ഥയോടും പ്രതികൂലമായ ഭൂപ്രകൃതിയോടും ഒക്കെ വെട്ടിപ്പോരാടി മുന്നോട്ട് വന്ന ചരിത്രമാണ് മനുഷ്യനുള്ളത്. അതേ ചരിത്രം പിന്നെയും മുന്നോട്ട് പോകുന്നു. നമുക്ക് പല സ്ഥലത്തും അറിയാം. ആനയ്ക്ക് ആദ്യം ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, മതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വേലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടുക്കിയിലും മറ്റും പാത്രങ്ങളും മറ്റും കെട്ടി വേലികൾ ഉണ്ടാക്കിയിട്ട് അതിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ട് അലേർട്ടായി ആൾക്കാർ മാറുന്നതുൾപ്പെടെയുള്ള പല വഴികളും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ സിനീഷിൻ്റെത് അതിനേക്കാളും ഒരു പടി അപ്പുറത്തുള്ളതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ആന താഴത്തൂടെ പോവുകയോ വരികയോ എന്ത് ചെയ്താലും ആനയെക്കാളും ഉയരത്തിൽ, ആനയുടെ തുമ്പിക്കൈ ഉയർത്തിയിൽ പിടിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ ഒരു റോപ്പ് കെട്ടുന്നു. ആ റോപ്പിൻ്റെ മുകളിലൂടെ തെങ്ങുകളിലേക്ക് മാറി പോകുന്നു, ചെത്തുന്നു. ആന വന്നു പേടിപ്പിച്ചു എന്ന് കരുതി വീട്ടുകാർ ഒരുപക്ഷെ പറയുന്നുണ്ടാവും ഇനി തൊഴിലിന് പോകണ്ടെന്ന്. പക്ഷേ സിനീഷ് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. തോറ്റു പിന്മാറുകയല്ല. ആനയേക്കാൾ ഉയരത്തിൽ അല്ലേ കെട്ടി ഞങ്ങൾ ജീവിക്കും ഇട കാട്ടാനെ എന്ന് പറയാൻ സിനീഷിന് ധൈര്യം ഉണ്ടായി. അപ്പോൾ പക്ഷെ പണ്ടൊക്കെ 100 പേര് ചെത്തിയിരുന്നിടത്ത് ഇപ്പോൾ 20 പേരേ ഉള്ളൂ ഈ ജോലി ചെയ്യാനെന്നാണ് കൂടിയാണ് സിനീഷ് പറഞ്ഞത്. എന്തായാലും സുരക്ഷിതമായി പോകട്ടെ എന്നാണ് നമുക്കും ആശിക്കാനുള്ളത്. ശരി വിജയേട്ടാ.